പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷിൻ്റെ അടുത്തേക്ക് ഒരു ഗ്ലാസ് മോരും വെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ മാഷ ഇത് കുടിക്കുന്ന പറഞ്ഞപ്പോൾ എന്താ ഉം, ഏഹ്, ഇതെന്താന്ന് ചോദിക്കുമ്പോൾ അല്ല പകൽ മുഴുവനും വെയിലത്തുനിന്ന് പണിയെടുത്ത് വന്നതല്ലേ അതുകൊണ്ട് തന്നതാണെന്ന് പറഞ്ഞപ്പോൾ അതല്ലാതെ നിൻ്റെ മോൻ മനസ്സിൽ തീ കോരിയിട്ട് തണുപ്പിക്കാനല്ലല്ലേ എന്ന് ചോദിക്കും. എന്താ മാഷ് ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കും. അവൻ അങ്ങനെ പറഞ്ഞത് അവൻ്റെ വിഷമം കൊണ്ടല്ലേ, മാഷും അങ്ങനെ തന്നെയല്ലേ എന്ന് വെച്ചാൽ ഞാൻ അവരെ മോശമായി ചിത്രീകരിക്കുന്നതാണോ കമല പറഞ്ഞതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ തന്നെ ആ കുട്ടി പറഞ്ഞത് കേട്ടില്ലേ, എന്നെ മനുഷ്യനെ മാറ്റാൻ മനുഷ്യനെ കൊണ്ടേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ മനുഷ്യനല്ല എന്നാണോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയല്ല ആ കുട്ടി പറഞ്ഞതിൻ്റെ അർത്ഥം. ആ കുട്ടി പറഞ്ഞതിൻ്റെ അർത്ഥം മാഷിന് മനസ്സിലാവാണ്ടൊന്നല്ല, മാഷ് അത് പുറത്ത് കാണിക്കാണ്ടാണ് എന്ന് പറയും. കമല എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ മാഷിൻ്റെ പിള്ളേരെല്ലാവരും ഉന്നത നിലയിലെത്തിയിട്ടില്ല, കുറച്ച് പേരെ എത്തിയിട്ടുള്ളൂ എന്നുള്ള വിക്രം പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് മാഷ് അവനെ എപ്പോഴും ഇങ്ങനെ ക്രൂരമായ വാക്കുകൾ കൊണ്ടാണ് മാഷ് വേദനിപ്പിക്കുന്നത്. മാഷിൻ്റെ സ്നേഹവും അതുപോലെ തന്നെ വിഷമവും ഒക്കെ തീർക്കണത് മാഷ് വൈരാഗ്യം പോലെയാണ് അവർക്ക് തോന്നുന്നത്. മാഷിൻ്റെ വാക്കുകളിൽ നിന്ന് വരുന്നത് വൈരാഗ്യം എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ആകെ ഞെട്ടൽ പോലെയാവും. കാരണം കമല അങ്ങനെ പറയുന്നു വിചാരിച്ചില്ല. 3.5 പതിറ്റാണ്ട് നീ എൻ്റെ കൂടെ ജീവിച്ചിട്ടും എൻ്റെ മനസ്സ് നിനക്ക് കാണാൻ പറ്റിയില്ലല്ലേ, എൻ്റെ മക്കളോട് എനിക്ക് വൈരാഗ്യമോ എന്ന് ചോദിക്കും. പക്ഷേ ഞാനത് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന് പറഞ്ഞപ്പോൾ മതി കമലേ എന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് കയറി പോകും മാഷ്. എന്നിട്ട് ഷവർ തുറന്നിട്ട് കഴിഞ്ഞിട്ട് പൊട്ടി കരയിന്, വായിൽ തോർത്തുണ്ട് ഇങ്ങനെ കുത്തി തിരി വെച്ചിട്ട് ഇങ്ങനെ പൊട്ടി കരയിന്. കമല പറഞ്ഞത് അത്ര കല്ലാണ്ട് വിഷമായിട്ടൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് എസ്ഐനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ശ്രീകാന്ത്. അപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ എടോ താൻ എന്തൊക്കെ മണ്ടത്തരണ്ടോ കാണിച്ച് വെച്ചേക്കണ്, തന്നോട് പറഞ്ഞിട്ടില്ല അവൻ്റെ കൂടെ ഉള്ളപ്പോൾ ഒന്നും ചെയ്യരുതെന്ന്. പെട്ടെന്നുള്ള ദേഷ്യത്തിന് അവനോടുള്ള വൈരാഗ്യമാണ് തീർത്തതെന്ന്. എന്ത് അവൻ്റെ വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ കത്തിച്ചുകൊണ്ടോ, ലൈവ് പോയത് കണ്ടില്ലേ, അവൾ ചില്ലറക്കാരിയല്ലാന്ന് അറിഞ്ഞൂടെ, അവളെ താമ അപമാനിച്ചോന്ന് ചോദിക്കും. പറയും അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല, അവൾ സാറിൻ്റെ പെങ്ങളല്ലേ. പക്ഷേ ഈ കേസ് ഒത്തുതീർപ്പാക്കിയത് CI അതുകൊണ്ട് CIനെ കാര്യമായി എന്തെങ്കിലും സഹായിക്കണം സാറെന്ന് പറയും. എന്തെങ്കിലും കൈക്കൂലി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനെന്തിന്, അത് തന്നെയല്ല അയാൾ രക്ഷിച്ചത്, അപ്പോൾ താനല്ലേ കൊടുക്കണ്ടേന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല സാറേ, എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ സാറിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്തത്, ഇല്ലെങ്കിൽ ഞാൻ സാറിൻ്റെ അച്ഛനോട് പറയോളാം എന്ന് പറഞ്ഞപ്പോൾ താൻ എന്നെ പേടിപ്പിക്കണോ എന്ന് ചോദിക്കും. ഞാൻ പേടിപ്പിച്ചതൊന്നല്ല, ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും എല്ലാതും അയാൾ സാറിൻ്റെ അച്ഛനെ അറിയില്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് പറയും. അല്ലെങ്കിൽ തന്നെ വണ്ടി വണ്ടിയിൽ നിന്ന് ചാടിയതെന്ന് CI സാറാണ് പറഞ്ഞ് അങ്ങനെ ഒരു കേസ് ഒത്തുതീർപ്പാക്കിയത്, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയും. ഇനിയിപ്പോൾ വേറൊരു മാർഗ്ഗമില്ല, ഞാൻ തനിക്ക് കാശ് ഇട്ടുതരാമെന്ന് പറയും. എനിക്കിട്ടെൻ്റെ സാറേ, അല്ലാണ്ട് എന്നെ ഞാൻ പുലിവാല് പിടിച്ചിരിക്കുന്നു, ഞാൻ തരുന്ന നമ്പറിലേക്ക് സാർ ഇട്ട് കൊടുത്താൽ മതി. അത് വേണ്ട, താൻ എൻ്റെ വീട്ടിലേക്ക് പോവാ, ഞാൻ താനക്ക് കാശ് കയ്യിൽ തരാം. ഇനിയിപ്പോൾ താൻ പറഞ്ഞ പോലെ ഞാൻ അയാളുടെ അക്കൗണ്ടിലേക്ക് കാശ് ഇട്ട് കൊടുത്തിട്ട് അത് എനിക്ക് പുലിവാലാവില്ലെന്ന് ചോദിക്കും. എന്തായാലും SIക്ക് അതൊരു ഇഷ്ടക്കുറവായി, പക്ഷേ എന്നാലും മിണ്ടിയില്ല. പിന്നെ പറയുന്നുണ്ട് അച്ഛൻ അല്ലെങ്കിൽ തന്നെ കാശി രാമേശം കുംഭമേള അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോയേക്കണം. അവിടേക്ക് പോയി വന്നാൽ ഏത് വൈരാഗ്യമുള്ള മനുഷ്യനും മനസ്സ് ശുദ്ധമായിട്ട് വരും. ഇന്നല്ലെങ്കിൽ നാളെ അവനെ പിടിച്ച് വീട്ടിൽ കയറ്റും എന്ന് പറയും. എന്നാൽ പിന്നെ സാറ് സൂക്ഷിച്ചോ, സാറ് ഏഴാങ്കൂലിയാവും, അവനെല്ലാം പിടിച്ചെടുക്കും, അവൻ്റെ സ്വഭാവം വെച്ചിട്ട് നടപ്പെടോ, താൻ നാക്ക് വളച്ചൊന്നും പറയില്ലേന്ന് പറയും. അങ്ങനെ അവർ പിരിയും. പിന്നെ കാണിക്കുന്നത് രാത്രിന് വേറൊരു ഗ്ലാസ് പാലുമായിട്ട് വിക്രമിൻ്റെ എത്തിക്ക് വരുന്നുണ്ട്. ഇതെന്താന്ന് ചോദിക്കുമ്പോൾ അമ്മ തന്നാന്ന് പറയും. എനിക്കൊന്നും വേണ്ടാന്ന് പറയും. അയ്യോ എനിക്കൊരു നിർബന്ധമില്ല, വേണമെങ്കിൽ കുടിച്ചാൽ മതി, പോലീസുകാർ ഇടിച്ച് പരിവാക്കി വെച്ചേക്കണല്ലേ, അതുകൊണ്ട് തന്നതാണെന്ന് പറയും. വിക്രം ഒന്നും മിണ്ടില്ല. പറയും ശ്രീകാര്യം ശ്രീനിവാസന് വേണ്ടി കഴിഞ്ഞിട്ട് വെട്ടാനും കുത്താനൊക്കെ പോണ ആളല്ലേ, സ്വന്തം അച്ഛൻ്റെ മനസ്സെന്താ കാണാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അച്ഛനും മക്കളും പലതും ഉണ്ടാവും, നീ അതിൽ ഇടപെടണ്ടെന്ന് പറയും. ഞാൻ ഇടപെടണില്ല, ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയിന്നുള്ളൂ. കാരണം നിങ്ങൾ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഒരാളല്ലല്ലോ ഇരുന്ന്, മുൻബെഞ്ചിലിരുന്ന നല്ലൊരു വിദ്യാർത്ഥിയല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അതറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് സാറേ എന്ന് പറയും. പിന്നെ നിങ്ങൾ കാരണം നശിച്ചിട്ടുള്ള എത്രയോ ജീവിതങ്ങളുണ്ട്, അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് പറയും. എങ്ങനെ ചിന്തിക്കുക, ഇന്നത്തെ കഴിഞ്ഞാൽ നാളെ അടുത്ത ആൾ ശ്രീനിവാസൻ കാണിച്ചു തരുന്ന അടുത്ത ആളെ ആരെന്ന് വെച്ചാൽ അവരെ പോയി കൊല്ലാനും തല്ലാനും നിൽക്കണ്ടേന്ന് ചോദിക്കും. നീ എന്തൊക്കെ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കി അച്ഛനെ നിങ്ങളൊന്നും ഉപദേശിക്കാനുള്ള അധികാരമില്ലേ, നിങ്ങൾ നന്നായി കാണണമെന്നല്ലേ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുക, അദ്ദേഹത്തിന് വേണ്ടിയെങ്കിൽ നിങ്ങൾക്കൊന്ന് നന്നായി കൂടെ. അപ്പോൾ ഈ പറഞ്ഞ ആളോന്ന് ചോദിക്കും. നിൻ്റെ അച്ഛനുണ്ടായിരുന്നില്ലേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും, അതൊക്കെ തകർത്തിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്ന് നിൽക്കണേന്ന് ചോദിക്കും. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ അച്ഛന് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് തകർത്തത് ഞാനല്ല എന്ന് മാത്രം, അത് തകർത്തത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പെട്ടെന്ന് നാവിറങ്ങിയ പോലെ മിണ്ടാണ്ട് നിൽക്കും.
അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായി അമ്പലത്തിൽ വെച്ച് നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കിട്ടുന്നതിന് മുന്നേ നിങ്ങൾ വേറെ ആരുടെയൊക്കെ ജീവിതം നശിപ്പിച്ചെന്ന്. ആ പെൺകുട്ടിയുടെയും ആ ചെക്കൻ്റെയും അവസ്ഥ നിങ്ങൾ പിന്നീട് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനതൊന്നും ആലോചിച്ചിട്ടില്ല എന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അടുത്ത ആരെ തലണമെന്ന് ആലോചിച്ച് നിൽക്കണ നിങ്ങൾക്ക് അവരെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ആ പെൺകുട്ടീനെ നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയതിന് അവർ വിളിച്ചുകൊണ്ട് പോയതിന് ശേഷം പിള്ള സാറെന്നല്ലേ പറഞ്ഞത്, വിളിച്ചുകൊണ്ട് പോയതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ പയ്യനൊരു ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് പറയും. അത് നിങ്ങൾ അറിഞ്ഞോന്ന് ചോദിക്കും. ലോകത്ത് എന്തോരം ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ അന്വേഷിച്ചടക്കലാണോ എന്ന് ചോദിക്കും. അതൊന്നും നിങ്ങൾ അന്വേഷിച്ചടക്കണ്ട, പക്ഷെ നിങ്ങളെല്ലാവരും കൂടെ അതിനൊരു ഉത്തരവാദി എന്ന് പറയുള്ളൂ. ഒരുപാട് നാൾ കോമയിലായിരുന്നു, ഇപ്പോൾ വീൽ ചെയറിലായിട്ടുണ്ട്, അതിൻ്റെ പകുതി ശാപം നിങ്ങൾക്ക് എന്ന് പറയും. അപ്പം മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ആ വണ്ടി ആ പയ്യനെ മനഃപൂർവ്വം ഇടിച്ചതെന്ന് കണ്ടു നിന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പെൺകുട്ടീനെ ഞാൻ കണ്ടു. ആ പെൺകുട്ടി ഇപ്പോൾ മാനസിക ചികിത്സയിലാണെന്ന് പറയും. വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെ 10-18 വയസ്സ് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതവും നശിച്ചു, ആ ആൺകുട്ടിയുടെ ജീവിതവും നശിച്ചു. അതിലും നിങ്ങൾക്കൊരു പങ്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിക്രം അങ്ങനെ ആകെ ഞെട്ടി വിഷമിച്ച് നിൽക്കണം. പിന്നെ ഞാനിങ്ങോട്ട് വന്നത് എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ വിചാരിച്ചിരിക്കണേന്ന് ചോദിച്ചു. താലിയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ വേദ മനസ്സിലാലോചിക്കുന്നുണ്ട് വിക്രമിനെ കൊല്ലാൻ നോക്കുന്നതും അച്ഛനും SI കൂടി തീരുമാനിക്കുന്നതും അതുകൊണ്ട് വിക്രമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലേക്ക് വന്നതാണ് എന്നൊക്കെ ഉള്ളൊരു ധാരണ മനസ്സിലുണ്ട്. പക്ഷേ വേദ പറയുന്നില്ല. ശരി എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് വേദ പുറത്തേക്ക് പോകും. എന്നിട്ട് പറയും, അതെ അച്ഛമ്മ എങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു, ഞാൻ ഈ മുറിയിലുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ പുറത്തേക്ക് പോകും. അങ്ങനെ വരാന്തയിൽ ചെന്ന് ഇരിക്കുമ്പോൾ വേദ ഇങ്ങനെ ആലോചിക്കുന്നു, ശ്രീനിവാസൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാതെ വിക്രമിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല, വിക്രമിനെ വീട്ടിലേക്ക് തിരിച്ചും കിട്ടില്ല. വിക്രമിൻ്റെ ജീവിതം രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ശ്രീനിവാസനിൽ നിന്ന് എങ്ങനെയെങ്കിലും അകന്നു പോകണം. അയാളാണെങ്കിൽ വിക്രമിന് വേണ്ടി എന്തും ചെയ്യും. വിക്രം തിരിച്ചു അങ്ങനെയാണ്. ആ ധാരണ മാറ്റേണ്ട, അതിനൊരു വഴി എനിക്ക് കാണിച്ചതായി ഈശ്വര എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലും ഒരു മാർഗം തന്നേ പറ്റൂ. വിക്രമിനെ വീട്ടിലേക്ക് കൂടുതൽ അടുപ്പിക്കണം, വീട്ടിലെ ചുമതലയൊക്കെ വിക്രമിനെ ഏൽപ്പിക്കണം. അതിന് അച്ഛൻ സമ്മതിക്കാവോ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേദയുടെ ഫോണിലേക്ക് ആ നേരത്ത് കോൾ വരുന്നുണ്ട്. എടുക്കുമ്പോൾ നമ്മുടെ അപ്പുറത്ത് ദർശനായിരുന്നു. എന്താ ദർശന ഈ നേരത്ത് നോക്കുമ്പോൾ, സോറി സമയം വൈകിയെന്നറിയാം, അത്യാവശ്യം ആയതുകൊണ്ട് വിളിച്ചാണെന്ന് പറയുമ്പോൾ അങ്ങനെ ദർശൻ പറയുന്ന എന്തോ ഒരു കാര്യം കേട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് വേദ.